നമസ്കാരം. ടൈറ്റിൽ ഉണ്ടല്ലോ ഇൻഡോർ ഗാർഡനിങ്. നമ്മുടെ ലെറ്റസ്റ്റ് ലേൺ സീരീസ് ഉണ്ടല്ലോ, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യുക. 2-3 പാർട്ടായിട്ടേ ഇത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടോപ്പിക് ഇൻഡോർ ഗാർഡനിങ് എന്നുള്ള ഈ ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത ഒരു ഗുണം എൻ്റെ വ്യൂവേഴ്സിന് കിട്ടണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. അതായത് നമ്മളൊരു ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ട ബേസിക് ക്വാളിറ്റീസാണ്. ഹാർംലെസ് ടു ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് പെറ്റ്സ് എന്ന് വെച്ചാൽ മനുഷ്യർക്കോ അല്ലെങ്കിൽ നമ്മുടെ വളർത്തു മൃഗങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാവരുത്. ചില ചെടികൾ ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. അതിലൊന്നാണ് ഡൈഫെൻബെക്കിയ. ഈ ഒരു ചെടി എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഇപ്പോൾ നഴ്സറിയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ചെടിയാണ് ഡൈഫെൻബെക്കിയ. പക്ഷേ ഈ ചെടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ സെൽസിൽ കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇലകളൊക്കെ പറിക്കും അല്ലേ. വീടിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ചെടികളുടെ ഇലകളൊക്കെ പറിക്കും. അതുപോലെ ചിലപ്പോൾ അത് കടിക്കും, അല്ലെങ്കിൽ കയ്യിലിട്ട് തിരുമ്പും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഇലയിൽ നിന്നുള്ള ചാറ് സ്കിന്നായിട്ട് കോണ്ടാക്റ്റ് വരും. ആ സമയത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ചെടികളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ആദ്യം ഷെയ്ഡിനെ കുറിച്ച് പറയാം. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയില്ലെങ്കിലും നന്നായിട്ട് വളരാൻ സാധിക്കുന്ന ചെടികളായിരിക്കും നമ്മൾ ഇൻഡോർ വെക്കേണ്ടത്. പിന്നെ ഹ്യൂമിഡ് ടോളറൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഊഷ്മാവ് എന്ന് പറയും. നമ്മുടെ അന്തരീക്ഷത്തിൽ ഇത്തിരി പുഴുക്കം കൂടുതലാണ് അല്ലേ, കാരണം വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് അറ്റ്മോസ്ഫിയറിൽ തന്നെ, ഒട്ടും ഡ്രൈ അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വളരാനും സാധിക്കുന്ന ചെടികൾ വേണം നമ്മൾ ഇൻഡോർ ഗാർഡനിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട്. എവർഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇല പൊഴിക്കരുത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിലോഡെൻഡ്രോൺ. കാരണം ഇല പെട്ടെന്ന് പൊഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കോമ്പാക്ട്നെസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കുറേ കൊമ്പും ചെല്ലും ഒന്നും ഡെവലപ്പ് ചെയ്യാതെ വളരെ ഒതുക്കത്തിൽ വളരുന്ന ചെടി. CC പ്ലാന്റ് നല്ലൊരു എക്സാമ്പിളാണ്. സ്ലോ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അറിയാലോ, വളരെ പതുക്കെ വളരുന്ന ചെടിയാണ്. ഒരു എക്സാമ്പിൾ സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ട ബേസിക് ക്വാളിറ്റീസാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് നടാനുള്ള ചട്ടികളെക്കുറിച്ച് സംസാരിക്കാം. ചട്ടികൾ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് നോർമൽ പോട്ട്സും ഒന്ന് സെൽഫ് വാട്ടറിങ് പോട്ടും. അപ്പോൾ നോർമൽ പോട്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഡ്രെയിനേജ് ഹോളൊക്കെ ഉള്ള പോട്ട്. അപ്പോൾ അത്തരം ചട്ടികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അടിയിൽ ട്രേ നമ്മൾ വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഡ്രെയിനേജ് ഹോളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ അത് നമ്മൾ വീടിൻ്റെ തറയും ഒക്കെ വൃത്തികേടാവും, പെട്ടെന്ന് തന്നെ മുഷിഞ്ഞു പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്ക് ട്രേ യൂസ് ചെയ്യാം. ട്രേ ഒക്കെ എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഒരുപാട് റേറ്റ് ഒന്നുമില്ല. ഹോൾസെയിൽ കടയിലൊക്കെ ആണെച്ചാൽ 5 രൂപ 10 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി സെൽഫ് വാട്ടറിങ് പോട്ട് എന്ന് പറയുമ്പോൾ അത് 3 തരത്തിലാണ് വരുന്നത്. എൻ്റെ ഉള്ളത് ഇപ്പം ഈ 2 ടൈപ്പാണ്. അതായത് ഇതെന്ന് പറയുമ്പോൾ 2 ചട്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ താഴെ ഈ കാണുന്ന വെള്ള ചട്ടി നമ്മൾ വാട്ടർ റിസർവയറായിട്ട് യൂസ് ചെയ്യും. അതിൽ വെള്ളം നിറയ്ക്കും. എന്നിട്ട് ഈ ചട്ടിയിലാണ് നമ്മൾ ചെടി നട്ടിട്ട് അതിലേക്ക് വെക്കുന്നത്. ഈ ചട്ടിയിലുള്ള മണ്ണ് ഉണങ്ങുന്നതനുസരിച്ച് ഈ റിസർവയറിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്യും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഇതാണ്. ഇത് സാധാരണ നമ്മൾ സക്കുലൻസ് ഒക്കെ നടുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ചെറിയൊരു വാൽവ് പോലെ കണ്ടില്ലേ, അതിലൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചട്ടിയിലുള്ള മണ്ണ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ വെള്ളം അത് അബ്സോർബ് ചെയ്തെടുക്കും. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൽഫ് വാട്ടറിങ് പോട്ടും ഇപ്പോൾ അവൈലബിൾ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ലെവലൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും. അത് കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ ഈ ചട്ടികൾ മാത്രം വിൽക്കുന്ന കടകളിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ട് അത്. ഇത്രയാണ് ഇൻഡോർ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത പാർട്സൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് പഠിക്കും. അതായത് പോട്ടിംഗ് മീഡിയം, അതിൻ്റെ മെയിൻ്റനൻസ്, ഇൻഡോർ ഗാർഡൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതേപോലെ ഓരോ കണ്ടീഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്, അതെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.